ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കായ ബജിയാണ് കേട്ടോ. കായ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കായ ഇതുപോലെ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ കനം കുറച്ച് അരിഞ്ഞ് എടുക്കാൻ പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ കായൊക്കെ അതേ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ട് ഞാനൊരു പ്ലേറ്റിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ വലിഞ്ഞ് പോയിക്കോളും. പിന്നെ നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് കടലമാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വലിയ ഗ്ലാസ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടലമാവ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കണത്. ഇനി കടലമാവിലേക്ക് ബാക്കിയുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ് കേട്ടോ. പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ അളവിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ ഒഴിക്കുകയാണെങ്കിൽ ആ കട്ടി നമുക്ക് ശരിക്ക് കട്ടയൊന്നും കൂടാതെ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ടീസ്പൂണിലൊക്കെ അങ്ങനെ കോരുമ്പോൾ അതുമ്പോൾ പറ്റി പിടിച്ചിട്ട് ഇരിക്കുന്ന രീതിയില്ലേ, ആ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബജ്ജിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇടാൻ താല്പര്യമില്ലെങ്കിൽ 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഓരോ കായയുടെ സ്ലൈസസ് എടുത്തിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ബജ്ജി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വറുത്തെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലത്തെ കായ വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം എന്ന് പറയണത്. ഇനിയിപ്പം നമ്മൾ തീരെ ലോ ആക്കുകയാണെങ്കിലും ബജ്ജി എണ്ണ കുടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം 4 മണിക്കൊക്കെ ചായയുടെ കൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചായ വെക്കുമ്പോൾ ഒപ്പം തന്നെ അടുത്ത സ്റ്റൗമ്മ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കായ ബജിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനുള്ള ചമ്മന്തി കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ചമ്മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായ ബജിക്ക് മാത്രമല്ല കേട്ടോ, മുളക് ബജ്ജി ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ബാക്കിയുള്ള ബജ്ജികളുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ചമ്മന്തിയാണ്. അതുപോലെ തന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ സൈഡായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ചമ്മന്തിയാണ്. ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഒരു സവോളയും അതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം എനിക്ക് എരിവ് കുറവായെന്ന് തോന്നിയ കാരണം ഞാൻ സ്വല്പം കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയ ടീസ്പൂണിൽ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബജ്ജിക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ചമ്മന്തിയും റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ.